എൻ്റെ അനിയത്തി നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവളാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എക്സാം ഉണ്ട്. പക്ഷേ ശരിക്കും പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ എക്സാമേ എന്ത് ദിവസം ഉണ്ടായില്ല. ഭയങ്കര കള്ളത്തോടെ ലക്ഷണത്തോ എന്തോ പേടിച്ചിട്ടൊക്കെ ഓടി പോകണുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് നിലത്തെടുത്ത് താഴെ വീഴുകയായിരുന്നു. ഇവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കള്ളക്ഷരം നിൽക്കുന്നുണ്ടായിരുന്നു. ജിജോന് എന്തോ ഒരു പേടി ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഈ എന്താ എല്ലാ കാര്യങ്ങളും ശരി എന്തോ പ്ലാൻ ചെയ്ത് നടന്നോ എന്നൊക്കെ രീതിയിലൊരു പേടി അപ്പോൾ കണ്ടപ്പോൾ തോന്നി. കാരണം എൻ്റെ അനിയത്തിക്ക് അപ്പോൾ അനക്കുണ്ടായിരുന്നു, മിണ്ടന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെച്ചാൽ അപ്പോൾ സെക്രട്ടറി വന്ന് അയാളുടെ കാറിൽ കൊണ്ടുപോയപ്പോഴേക്കും അവിടെ എത്തി. അപ്പോൾ അവിടെ വെച്ച് മരിച്ച സംഭവം. ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം കഴിഞ്ഞിട്ട് ഒരു 6-4 മാസം കഴിഞ്ഞപ്പോൾ. അയാൾ പറഞ്ഞു ഇങ്ങനെ സംഭവം എടുക്കുമ്പോൾ അയാൾ കണ്ടു ഈ കുട്ടി പിടിച്ച് തള്ളണമെന്ന്. അയാൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കായിരുന്നു ബിൽഡിങ്ങിൻ്റെ. നമസ്കാരം. 2021 ഓഗസ്റ്റ് മാസം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ശാന്തി തോട്ടയ്ക്കാട് എസ്റ്റേറ്റ് എന്ന ഫ്ലാറ്റിൻ്റെ 10ാം നിലയുടെ മുകളിൽ നിന്നും താഴേക്ക് വീണ് മരിച്ച ഐറിൻ റോയി എന്ന 18 വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് പിതാവ് റോയി പലതവണ രംഗത്ത് വന്നതാണ്. ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങളുമായി സഹോദരൻ അലൻ എത്തിയിരിക്കുകയാണ്. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നില്ല എന്നാണ് ആരോപണം. ബന്ധുവായ പെൺകുട്ടിയാണ് തൻ്റെ സഹോദരിയുടെ മരണത്തിന് കാരണക്കാരി എന്നാണ് അലനും വ്യക്തമാക്കുന്നത്. അല്ലെന്താണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം? കാരണം ഞങ്ങൾക്ക് പല സംശയമാണ്. കാരണം ഈ സംഭവം നടക്കുന്നത് 2021 ഓഗസ്റ്റ് 5-ന് എറണാകുളം ശാന്തി തോട്ടയ്ക്കാടുന്ന ഫ്ലാറ്റിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. സൗത്ത് ഫ്ലാറ്റിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ രണ്ടുപേരും എക്സസൈസ് ചെയ്യുന്നു. ഞാനും എൻ്റെ അനിയത്തി എക്സസൈസ് ചെയ്യാൻ 11ാമത്തെ നില ഫ്ലോറിൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഈ കുട്ടിയൊന്നും പറയണത് അന്നൊരു എക്സാം ഉണ്ടെന്ന്. ശരിക്കും അന്നൊരു എക്സാം ഉണ്ടായില്ല. എൻ്റെ അനിയത്തി നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവളാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എക്സാം ഉണ്ട്. പക്ഷേ ശരിക്കും പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ എക്സാമേ എന്ത് ദിവസം ഉണ്ടായില്ല. പിന്നീട് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ ഇവർ തർക്കിക്കണമാണ്. ഈ കുട്ടി ഇത് പറഞ്ഞിട്ട് കുട്ടി എൻ്റെ അനിയത്തി ഇതായിട്ട് പറഞ്ഞ് തർക്കിക്കുകയാണ്. എക്സസൈസ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഇത് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ എൻ്റെ അനിയത്തി കൈ വിട്ട് പോണത്, കൈയിട്ട് നിലത്തേക്ക് പോകണതാണ്. ഇവളെന്ന് വെച്ചാൽ കള്ളക്ഷണത്ത് ഓടിപ്പോകണതാണ് ഞാൻ കണ്ടത്. ഭയങ്കര കള്ളത്തോടെ ലക്ഷണത്തോ എന്തോ പേടിച്ചിട്ടൊക്കെ ഓടി പോകണുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അനിയത്തി നിലത്തെടുത്ത് താഴെ വീഴുകയായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ സംഭവിച്ചതെന്ന് വെച്ചാൽ നേരെ ഞാൻ ജിജോൻ്റെ റൂമിലേക്ക് പോയി. കാരണം അമ്മയുടെ അടുത്ത് പോയി പറയാൻ പറ്റില്ലല്ലോ, അമ്മയ്ക്ക് ഇത് കഴിക്കുമ്പോൾ ഷോക്കാവും. അപ്പോൾ നേരെ ജിജോൻ്റെ റൂമിലേക്ക് പോയിട്ട് കൊണ്ടുവരാൻ കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് റൂമിലേക്ക്. അത് 9C താമസിക്കുക. ഞങ്ങൾ 3-ൽ 3rd ഫ്ലോർ, ഇവർ 9th ഫ്ലോറിലാണ് താമസിക്കുക. അപ്പോൾ അവരുടെ റൂമിലേക്ക് പോയി. അത് ഇവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കള്ളക്ഷരം നിൽക്കുന്നുണ്ടായിരുന്നു. ജിജോന് എന്തോ ഒരു പേടി ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഈ എന്താ എല്ലാ കാര്യങ്ങളും ശരി എന്തോ പ്ലാൻ ചെയ്ത് നടന്നോ എന്നൊക്കെ രീതിയിലൊരു പേടി അപ്പോൾ കണ്ടപ്പോൾ തോന്നി. പക്ഷേ എനിക്ക് പിന്നീട് അത് ആ പേടി മനസ്സിലായത്, പ്ലാനിങ്ങിൻ്റെ സംഭവമൊക്കെ മനസ്സിലായത്. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ പോയി കാര്യം പറഞ്ഞു ഇയാൾ. അപ്പോൾ ഇയാൾ താഴേക്ക് വന്നു. പിന്നെ ആദ്യം ഉണ്ടായ വലിയ പ്രശ്നം വെച്ചാൽ ഇത് എവിടെയാണ് സംഭവിച്ച് മനസ്സിലാവില്ല. കാരണം ഞങ്ങൾ തോടെ തപ്പണ്ട ഒന്ന് എവിടെ വീണ എക്സാക്ട്ലി പൊസിഷൻ. പിന്നീട് മനസ്സിലായത് കാർഷൻ്റെ അവിടെ സെക്യൂരിറ്റി പറഞ്ഞ കാർഷൻ്റെ ഷീറ്റ് അവിടെ നിന്ന് കിടക്കണ്ടായിരുന്നു. അപ്പോൾ അത് അവസാനം ഷീറ്റ് പൊളിക്കേണ്ടി വന്നു. അങ്ങനെ ഷീറ്റ് പൊളിച്ച് കുറേ സമയം പോയി അങ്ങനെ കുറച്ച്. പിന്നീട് സമയം ഇയാൾ കളയിക്കാൻ നോക്കി കുറേ. കാരണം ഇയാളുടെ കയ്യിൽ കീ ഉണ്ടായിരുന്നു, അയാളുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്, കാർ പാർക്കിംഗ് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ എന്തായാലും ഇയാളുടെ കാറിൽ കൊണ്ട് സമ്മതിച്ചില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞ് സെക്രട്ടറി വരുമ്പോൾ സമയം പിടിക്കുമല്ലോ. കാരണം എൻ്റെ അനിയത്തിക്ക് അപ്പോൾ അനക്കുണ്ടായിരുന്നു, മിണ്ടന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ബന്ധുവല്ലേ ഇദ്ദേഹം? അതെ, ബന്ധുവിന് ഞാൻ പറഞ്ഞു കുറേ ജിജോ കൊണ്ടുപോയിക്കൂടെ. അപ്പോൾ ഇയാൾ സമ്മതിക്കില്ല. സെക്രട്ടറി കാർ കൊണ്ടുവന്നു. അപ്പോഴേക്കും എനിക്ക് സംശയം തുടങ്ങി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വെച്ചാൽ അപ്പോൾ സെക്രട്ടറി വന്ന് അയാളുടെ കാറിൽ കൊണ്ടുപോയപ്പോഴേക്കും അവിടെ എത്തി. അപ്പോൾ അവിടെ വെച്ച് മരിച്ച സംഭവം ഹോസ്പിറ്റലിൽ. പക്ഷേ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ അനുമ്പ് മരിച്ചെന്ന്. കാരണം എൻ്റെ മടിയിൽ കിടത്തിയിട്ടാണ് അവളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അവൾ മിണ്ടുണ്ടായി സംസാരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തുന്ന മിണ്ടുണ്ടായിരുന്നു, സംസാരിക്കേണ്ട അനക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ അതിനുമ്പ് മരിച്ചെന്ന്. കാരണം അവർ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും അങ്ങനെ സംഭവം. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ വെച്ചാൽ ഇയാൾ നീന്തത്തിൽ ഏറ്റെടുത്തു. ഞങ്ങളൊന്നും പറയാൻ സമ്മതിച്ചില്ല. പിന്നെ വേറെ ഇതിൻ്റെ സംഭവം രസം എന്ന് വെച്ചാൽ ഇയാൾ അമ്മയെ വിളിച്ചുകൊണ്ടിരാൻ നോക്കി ഹോസ്പിറ്റലിലേക്ക്. ഞാൻ പറഞ്ഞാണ് അമ്മയ്ക്ക് കാണുമ്പോൾ ഷോക്കാവും. കാരണം അമ്മയ്ക്ക് അത് കാണുമ്പോൾ പെട്ടെന്നൊരു മെൻ്റൽ ഷോക്ക്, സ്ട്രെസ്സൊക്കെ വരും. പിന്നെ അങ്ങനെ കാണിക്കാൻ ശരിയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഈ അപ്പനെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇയാളുടെ കാറിന് കീ ആർക്കും ഇയാളുടെ റിലേറ്റീവ് എന്തോ അവിടെ ഉണ്ടായിരുന്നു, അയാൾക്ക് കൊടുത്ത് ഏൽപ്പിച്ചിട്ട് എൻ്റെ അമ്മയെ കൊണ്ടുവന്നു. എന്നിട്ട് എൻ്റെ അമ്മയെ വന്ന ഉടനെ എന്നെ ആശുപത്രിയിൽ മൂടിയിട്ടിരിക്കുന്നു. എൻ്റെ അനിയത്തി മരിച്ചെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കൂടി പറഞ്ഞ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട്. എന്നിട്ട് അത് ഒറ്റ വലിയ കാണിച്ചിട്ട് അമ്മനെ കാണിച്ചു കൊടുത്തു, തുണി വലിച്ച് നീക്കിയിട്ട്. അപ്പോൾ അമ്മയ്ക്ക് മെൻ്റൽ ഷോക്ക്. പിന്നെ അമ്മ ഭയങ്കര ബഹളമായി ഒച്ച ഹോസ്പിറ്റലിൽ എന്നെ രക്ഷിക്കുക, എൻ്റെ മോളെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം ഒച്ചയ്ക്ക് സാലറി. പിന്നീട് എന്ന് വെച്ചാൽ ഇയാൾ വേഗം ബോഡി മോർച്ചറിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നോട് ചോദിക്കാതെ, എൻ്റെ അമ്മയോട് ചോദിക്കാതെ, എൻ്റെ ഡാഡിയോട് വിളിച്ച് ചോദിക്കാതെ ഇയാൾ വേഗം മോർച്ചറിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ബോഡി. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സംശയം തോന്നി, എന്തോ സംതിങ് ഇതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് എപ്പോഴേ തോന്നി. അപ്പോൾ പിന്നീടെന്ന് വെച്ചാൽ ഇതിൻ്റെ വേറെ രസം എന്ന് വെച്ചാൽ ഫ്യൂണറലിലെ ഫോട്ടോസ് എടുത്തില്ല. ഈ ഫ്യൂണറൽ നടന്നതിൻ്റെ ഒരു ഫോട്ടോസ് എടുക്കാൻ ഇയാൾ സമ്മതിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു, എൻ്റെ ഡാഡി ഉണ്ടായിരുന്നു, ഡാഡി പറയുകയും ചെയ്തു എടുത്തോടെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് വേണ്ട ജിജോ ചിലവാകും എന്നൊക്കെ പറഞ്ഞു.
ഈ ചിലവാകും എന്നൊക്കെ ഇയാൾ പറഞ്ഞു, ഭയങ്കരമായിട്ട് ചിലവാകും, ഇത് പ്രശ്നം ആ പ്രശ്നമാകും എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഫോട്ടോസും എടുക്കേണ്ടതാണ്. കാരണം അവർക്കറിയാം അവരുടെ എക്സ്പ്രഷൻസ് വരും അതിനകത്ത്, അവരുടെ എന്തൊക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻ താനേ അതിനകത്ത് വരും ഫോട്ടോയിലും വീഡിയോസിലൊക്കെ. അതുകൊണ്ട് എടുക്കാൻ സമ്മതിക്കുക. പിന്നെ എന്തെന്ന് സംഭവിച്ചെന്ന് വെച്ചാൽ ഇത് മൊത്തം കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ ഫോട്ടോ കൊടുത്തു ഞങ്ങൾ അനിയത്തിയുടെ. അപ്പോൾ മറ്റുള്ള വീട്ടിലൊക്കെ വെച്ചു, ഞങ്ങളുടെ ബന്ധുക്കാരെ വെച്ചാൽ ഡാഡ് അനിയന്മാരെ വീട്ടിലൊക്കെ വെച്ചു, അവർക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവൾക്കും ഇവളുടെ ഫാദറിന് ജിജോ എന്ന് പറഞ്ഞ ആൾക്കും ഫോട്ടോ വയ്ക്കാൻ ഇഷ്ടമല്ല. കാരണം ഇവൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇവൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവൾക്ക് പേടിയോ ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞു. ഫോട്ടോ വയ്ക്കാൻ സമ്മതിച്ചില്ല. ഒരാൾ ചോദിച്ചാൽ എന്താ പ്രശ്നം, വെച്ചുകൂടെ, എന്താ ഇപ്പോൾ മുള വെച്ചുകൂടെ, എന്താ പറഞ്ഞാൽ ഇല്ല എനിക്ക് ഭയങ്കര പ്രശ്നം, എനിക്ക് ഉറക്കം പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ്. അപ്പോഴേ ഡാഡിക്ക് സംശയം. പിന്നെ ഡാഡിക്ക് എന്ന് വെച്ചാൽ ഏറ്റവും സംശയം തോന്നുന്നത് വെച്ചാൽ ഡാഡി ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം കഴിഞ്ഞിട്ട് ഒരു 6-4 മാസം കഴിഞ്ഞപ്പോൾ. അയാൾ പറഞ്ഞു ഇങ്ങനെ സംഭവം എടുക്കുമ്പോൾ അയാൾ കണ്ടു ഈ കുട്ടി പിടിച്ച് തള്ളണമെന്ന്. അയാൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കായിരുന്നു ബിൽഡിങ്ങിൻ്റെ. അപ്പോൾ ഈ കുട്ടിയായിട്ട് തർക്കിക്കണ കണ്ടു, എൻ്റെ അനിയത്തിയായിട്ട് ഈ കുട്ടി എന്ന് പറഞ്ഞ സംശയം കുട്ടിയായിട്ട് തർക്കിക്കണ കണ്ടു. അവസാനം ഈ കുട്ടി ഒറ്റ വലിച്ച് തള്ളാൻ കണ്ടു എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ അയാളൊന്ന് പറയാൻ പോയി പോലീസ് സ്റ്റേഷനിൽ, അന്നത്തെ എറണാകുളം സെൻട്രൽ സൗത്ത് പോലീസ് സ്റ്റേഷൻ പറയാൻ പോയി. പക്ഷേ അന്നത്തെ അവർ റെക്കോർഡ് ചെയ്യാൻ തയ്യാറല്ല. അത് സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാനൊന്നും കേൾക്കാനും താല്പര്യമില്ല. അവർ പറഞ്ഞു നിങ്ങൾ വെറുതെ പറയല്ലേ, ചുമ്മാ പറയല്ലേ, അങ്ങനെ സംഭവിച്ചില്ല, നിങ്ങൾ വെറുതെ പറയണല്ലേ, നിങ്ങൾ ശരിക്കും കണ്ടോ എന്നൊക്കെ അയാളെ ഭീഷണിപ്പെടുത്തിക്കുക, അയാളെ വരട്ടി ഓടിച്ചു വിട്ടു. അപ്പോൾ എന്നിട്ട് അയാൾക്ക് ഞങ്ങളെ നാട്ടിൽ വന്ന് അയാൾ അന്വേഷിച്ചു, ഞങ്ങളുടെ ഫോൺ നമ്പർ ഇട്ടാൽ വേണ്ടി, ഞങ്ങളോട് കാര്യം പറയാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളുടെ ചാലക്കുടിയിൽ വന്ന് ഇയാൾ അന്വേഷിച്ച് ഞങ്ങളുടെ ഫോൺ നമ്പർ സംഭവിച്ചു, എൻ്റെ ഡാഡിയുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു. അയാൾ എന്നിട്ട് ഡാഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡിയോട് പറഞ്ഞു എന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവം ഉടന്നു, ഇതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ഇയാളോട് ചോദിച്ചു നിങ്ങൾക്കൊന്നും ഒന്നുകൂടി പറയാൻ പറ്റും പോലീസ് സ്റ്റേഷൻ, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് പറ്റില്ല, എൻ്റെ പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ രസം എന്ന് വെച്ചാൽ ഇയാൾ എന്ത് സമ്മതിച്ചിട്ടും പരാതി കൊടുക്കാൻ സമ്മതിച്ചില്ല ജിജോ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ പറഞ്ഞു ജിജോ പരാതി കൊടുക്കുക, നമുക്ക് പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ജിജോ വേണ്ട കൊടുക്കേണ്ട ആവശ്യമില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ അലനെ പ്രതിയാക്കും എന്നൊക്കെ പറഞ്ഞു. കാരണം ആ സംഭവം ഞാനുണ്ടായിരുന്ന സ്ഥലത്ത്, അപ്പോൾ എന്നെ പ്രതിയാക്കും എന്നൊക്കെ അതിൽ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡാഡി ചോദിച്ചു അപ്പോൾ പ്രതിയാവില്ല ചിലപ്പോൾ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്നല്ലോ. അല്ല അത് വേണ്ട, അലിനെ പ്രതിയാകും, അലിനാളെ ഇത് അടുത്ത് ഉണ്ടായിരുന്ന സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അലിനെ പ്രതിയാക്കും, കേസ് കൊടുക്കാൻ പോകണ്ടൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇയാൾ കേസ് കൊടുക്കുക. അപ്പോഴാണ് ഡാഡിക്ക് ടോട്ടലി ഭയങ്കര സംശയമായത്. എന്നൊക്കെ കൂടുതൽ സംശയം ഡാഡിക്ക് വന്നു. പിന്നെ ഡാഡി നേരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് പോയി. അങ്ങനെയായിട്ട് കുറേ ഇത് പറഞ്ഞു, കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ പരാതി കൊടുക്കാൻ പോയി, അങ്ങനെയൊക്കെ ആയിട്ട് പോയി. പിന്നെയെന്ന് വെച്ചാൽ ഇയാൾ വെച്ചാൽ മാക്സിമം ഇത് ഡിലേ വരുത്താൻ നോക്കി പല കാര്യങ്ങൾ ഈ കേസിൻ്റെ കാര്യത്തിൽ. എന്ന് വെച്ചാൽ പോലീസുകാർ വഴി ഇയാൾക്ക് പോലീസിലൊക്കെ കുറേ ബന്ധങ്ങളുണ്ട്, അവിടെ ആയിട്ട് പരിചയമുണ്ട്. അങ്ങനെ വെച്ചാൽ പിറ്റേ ദിവസം, അതായത് 2 ദിവസം കഴിഞ്ഞിട്ട് കണ്ടു തോന്നുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ആൻറ്റി എനിക്ക് പറ്റിപ്പോയി അങ്ങനെയൊക്കെ പറഞ്ഞു. അന്ന് വന്ന് ഞാൻ അപ്പുറത്തെ റൂമിൽ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കേട്ടു പറഞ്ഞത്, എൻ്റെ അമ്മയോട് പറഞ്ഞത്. അപ്പോൾ അമ്മ ഷോക്കിലാണ്, അമ്മ കേട്ടു. പക്ഷേ അമ്മ ഒന്ന് ഷോക്കിനകത്ത് റിയാക്ട് ചെയ്തില്ല അത് അധികം. പിന്നെ വെച്ചാൽ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ 4 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് തന്നെ. അപ്പോൾ പോലീസിനോട് ഇവള് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും കണ്ടില്ല, എനിക്കൊന്നും അറിയില്ല, അത് എന്തോ തെന്നി വീണതായിരിക്കുന്നു അവൾ പറഞ്ഞു പോയത്. അങ്ങനെ പറഞ്ഞു. പിന്നെ വേറെ ദിവസം വെച്ചാൽ അന്ന് തന്നെ ഇവിടെ ചില പോലീസുകാരും പോലീസല്ല മാധ്യമം കണ്ട് പറഞ്ഞു, ഇതൊരു ചാനലാണ് പറഞ്ഞു തോന്നുന്നു, അവിടെ വെള്ളത്തിൻ്റെ പ്രസൻസ് എന്തോ ഉണ്ടായിരുന്നു. ഇത് ആരും മനഃപൂർവ്വം വെള്ളം ഒഴിച്ചോ എണ്ണയോ വെള്ളം ഒഴിച്ചതിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇത് വെച്ചാൽ നമ്മൾ പോലീസായിട്ട് പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ തോന്നലാണെന്ന് പോലീസാണ്. കാരണം പോലീസുകാരായിട്ട് ഇവർ നേരത്തെ ഒത്തുകളി ഉണ്ടായിരുന്നു ജിജോ എന്ന് പറഞ്ഞ ആളായിട്ട്. ഈ പറഞ്ഞ ബന്ധുവായ പെൺകുട്ടിയാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു കാരണം കാണുമല്ലോ, എന്താണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? കാരണം ഞങ്ങൾക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അത് അടിച്ചു വരെ ഈ ജിജോ എന്ന് പറഞ്ഞ ആൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ഫ്ലാറ്റ് ഇയാൾ തന്നെ പറഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചത് ഈ പ്രളയം ഉണ്ടായപ്പോൾ. 2010 പ്രളയം ഉണ്ടായപ്പോൾ ഇയാൾ വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വലിയ ആൾ വിളിച്ച് അമ്മേനെ സുഖിപ്പിച്ച് പ്രീതിപ്പെടുത്ത് അവിടെ കാര്യങ്ങളൊക്കെ സഹായിച്ച് ചെയ്തപ്പോൾ വലിയ അമ്മേനെ കൈക്കലെടുത്ത് ചാക്കിലാക്കി. എന്നിട്ട് അമ്മേനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് ഫ്ലാറ്റ് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു. ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യിച്ചാൽ ഈ 2021 ഒരു ജനുവരി അവസാനമായപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു ഫ്ലാറ്റിലേക്ക്. എന്നിട്ട് ഇയാളെ അതിനകത്ത് കമ്മീഷൻ അടിച്ചു ഫ്ലാറ്റ് വാങ്ങിച്ചിൽ. കാരണം അതുവരെ വെച്ചാൽ അവിടെ ആ ഫ്ലാറ്റിൽ ഒരാൾ തൂങ്ങി മരിച്ചത് ഞങ്ങൾക്കെന്ന് അലോട്ട് ചെയ്താൽ അവിടെ വേറെ കാലി അടിക്കുന്ന ഫ്ലാറ്റുണ്ട്, ആ ഫ്ലോറുണ്ട്, മറ്റു ഫ്ലോറുണ്ട്. അതൊന്നും അറിയിക്കാതെ ഈ ഫ്ലാറ്റിൽ തന്നെ താമസിക്കും, ഈ ഫ്ലാറ്റിൽ താമസിച്ചോ, എനിക്ക് വേണ്ടപ്പെട്ട ഫ്ലാറ്റാണ്, ഇന്ന് സ്ഥലം വിലയ്ക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. അയാൾ തന്നെ കമ്മീഷൻ അടിച്ചു, ഇവിടെ താമസിക്കുന്നു പറഞ്ഞു. അതിനകത്ത് ഇയാൾ തൂങ്ങി മരിച്ചിട്ടുള്ള ഫ്ലാറ്റാണ് ഞങ്ങൾക്ക് തന്നത്. അതന്നെ ഒരു കളത്തരമാണ്. എന്തിനാ ആ ഫ്ലാറ്റിന് ഞങ്ങൾക്ക് തന്നത്? അപ്പോൾ അതന്നെ ഒരു കളത്തര ലക്ഷണമല്ലേ. പിന്നെയെന്ന് വെച്ചാൽ ഇതിനകത്തെന്ന് വെച്ചാൽ കുറേ കളി നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ പോലീസുകാരെന്ന് വെച്ചാൽ അവിടുത്തെ ഫോട്ടോസൊക്കെ. ഈ പെൺകുട്ടിയാണെന്ന് സംശയം തോന്നേണ്ട വേറൊരു കാര്യം എന്താ വേറെ കാരണം ഇതെന്ന് വെച്ചാൽ ഇവള് പെട്ടെന്ന് നല്ല ശമ്പളം, നാട്ടിൽ നല്ല ശമ്പളം ഉണ്ടായിരുന്നവൾ പെട്ടെന്ന് വേഗം വിദേശത്തേക്ക് കിടന്നു. എന്നുവെച്ചാൽ അവൾക്ക് നല്ല ശമ്പളം ഉണ്ടായിരുന്നു, നാട്ടിൽ നല്ല ശമ്പളമൊക്കെ ഉണ്ട്. അവൾ പെട്ടെന്ന് നേരെ വിദേശത്തേക്ക് കിടന്നു. ചോദിക്കുമ്പോൾ പറയണത് എന്താ അവൾ കാനഡയിലാണ്, പോലീസോട് ചോദിക്കുമ്പോൾ പറയുന്നത് കാനഡയിലാണ്, UK-യിലാണ്, സ്കോട്ട്ലൻഡിലാണ്. സംഭവം ഞങ്ങൾ പിന്നീട് അറിഞ്ഞത് എന്താ ഇവിടെ മണിപ്പൂർ ഭാഗത്ത് ഉണ്ടെന്ന് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളുടെ റിലേറ്റീവ്സ് വഴി. അവിടെ എന്തോ IT ഫീൽഡിൽ വർക്ക് ചെയ്യണം നേട്ടെ. പക്ഷേ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് സംശയം തോന്നാൻ കാരണം പ്രധാനമായിട്ട്. പോലീസ് ഈ അന്വേഷണം ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത്? പോലീസുകാർ ഇതൊന്നും അന്വേഷിച്ചിട്ടില്ല. അവിടെ ആ ടെറസിൽ ക്യാമറ വരെ ഉണ്ടായിരുന്നു, അതിനകത്ത് എന്തെങ്കിലും വിഷ്വൽസ് കിട്ടും. അതൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് കളഞ്ഞു. ഞാൻ ഒരിക്കൽ ഇൻസ്പെക്ഷനായിട്ട് പോയി, SI അനൂപ് ചാക്കോ എന്ന ആളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ കുറേ പറഞ്ഞിട്ടാണ് വന്നത് തന്നെ.
എന്നിട്ട് തന്നെ അവിടെ നോക്കിയിട്ട് ആ ക്യാമറ തന്നെ കാണാനില്ല ഞങ്ങൾ ഇപ്പോൾ ക്യാമറയുടെ പാർട്സ് സ്ട്രക്ചറൊക്കെ എടുത്ത് കളഞ്ഞു അവർ. എൻ്റെ ബിൽഡിംഗ് പാട്ട് ടെറസിൻ്റെ പാട്ടൊക്കെ അവർ മാറ്റി കളഞ്ഞു, ചേഞ്ച് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് സംശയം കൂടുതലായിട്ട് വരാൻ കാരണം. ആ ക്യാമറ തന്നെ എടുത്ത് കളഞ്ഞു അവർ. കാരണം അത് തന്നെ വെച്ചാൽ അന്ന് പൂട്ടിയിട്ടിരിക്കുന്നു, 4 ആഴ്ചയോളം പൂട്ടിയിട്ടിരിക്കുന്നു ആ ടെറസ് എന്ന് പറഞ്ഞത്. സാധാരണ ഒരാഴ്ച 1.5 പൂട്ടിയിട്ടുണ്ട്, ഇത് 4 ആഴ്ചയോളം പൂട്ടിയിട്ടുണ്ട് ശരിക്കും ആ ടെറസ്. അപ്പോൾ ആ ക്യാമറ നശിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ. ജിജോയും അവരെ കൂടുതൽ ആളെ വിളിച്ചിരുന്നു. പോലീസിനകത്ത് ഒത്തു കളിക്കുന്ന ഒരു സംശയം കൂടി ഞങ്ങൾക്ക് കാരണം പറയാൻ എത്തുന്നുണ്ട്. കാരണം വെച്ചാൽ അതിനകത്ത് പോലീസിൻ്റെ ഫോട്ടോസ് ഫയൽ റൂമിൽ ഈ ഫോട്ടോസ് ആ ടെറസിൻ്റെ ഫോട്ടോസൊന്നും ഇപ്പോൾ കാണാനില്ല. അവർ അത് മിസ്സിങ് ആണ്, കാണാനില്ല. അത് ഇപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല, മിസ്സായി പോയി എന്നൊക്കെ അവർ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് തന്നെ വലിയ സംശയം. അതിനകത്ത് പോലീസുകാരും ചെന്ന് ഈ ജിജോയായിട്ട് ഫൗൾ പ്ലേ കളിച്ചിരുന്നാണ് ഞങ്ങൾക്ക് സംശയം തോന്നണം. അതാണ് പോലീസുകാരെ ഇതിനകത്ത് സംശയം പറയാൻ കാരണം. ഇപ്പോൾ എന്താണ് നിങ്ങളിപ്പം ചെയ്ത നടപടി? അന്വേഷണത്തിനായിട്ട് എന്ത് പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്? ഞങ്ങൾ പോലീസായിട്ട് സമീപിച്ചപ്പോൾ കോടതിയിൽ സമീപിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് ട്രയൽസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ ഇങ്ങനെ അതിൻ്റെ ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പോലീസുകാർ. പക്ഷേ ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടണല്ലോ എപ്പോഴും. കാരണം കോടതി ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനിട്ട് പോലീസുകാർ. കോടതിയിൽ പോലീസുകാരുടെ റിപ്പോർട്ട് സബ്മിറ്റ്, അതായത് ഇവിടെ പേരുണ്ടോ, ഇവിടെ അച്ഛൻ്റെ പേരുണ്ടോ, മീൻസ് ഇവിടെ അമ്മയ്ക്ക് വരെ പങ്കിടുന്നു, അവരുടെ പേരുണ്ടോ എന്ന് അറിയില്ല നമുക്ക്. ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് സബ്മിറ്റ് ചെയ്തത്. കുറേ നാളായിട്ട് കോടതി പറഞ്ഞ ഓർഡർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. അവർ ഇപ്പോഴാണ് ഈ അടുത്ത സബ്മിറ്റ് ചെയ്യണത്. അത് ഞങ്ങൾക്കിപ്പോൾ കിട്ടണില്ല. എന്തായാലും അത് മാക്സിമം ഇയാൾ കളിക്കുന്നോ ജീവിതമാണ് തരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് റിപ്പോർട്ട്, കാരണം ഞങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളുടെ വക്കീൽ അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, അത് ഇയാളെന്തോ കളിക്കുന്നുണ്ടാവുന്നു തരാതിരിക്കാൻ വേണ്ടി. കാരണം ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടണില്ല. എന്താ കൊടുത്തത് കാര്യം, ചിലപ്പോൾ എന്താ അവരുടെ പേര് കാണിക്കാൻ വേണ്ടി പ്രതികളുടെ പേരിട്ടുണ്ടോ, അവരുടെ 3 പേരുടെയും ഉറപ്പില്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവം. എന്തായാലും സഹോദരിയുടെ മരണം കൊലപാതകമാണോ അതോ ഇനി അബദ്ധത്തിൽ വീണതാണോ എന്നതൊക്കെ അറിയണം. അതിന് കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് അലനും പിതാവ് റോയിയും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതിനായിട്ട് മുട്ടാത്ത വാതിലുകളില്ല. സർക്കാരിൽ പരാതി നൽകി, മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി. ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ആ കേസ് ഇരിക്കുന്നത്. ഇനി എന്താവുമെന്ന് നമുക്ക് കണ്ടറിയണം. നീതി ലഭിക്കുമെന്ന വിശ്വാസമാണ് അലൻ കോടതിയോട് പറയുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.